എന്തൊക്കെയാണ് മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാനുള്ളത്? ഏതൊക്കെ നിലയിലാണ് മാതാപിതാക്കളോട് മക്കൾ വർത്തിക്കേണ്ടത്? ലിൽ വാലിദി അലൽ വലദി അശറതു ഹുഖൂഖ്. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യത 10 എണ്ണമാണ്. 10 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്വാമു ഇനിഹ്താജ്. ഉമ്മക്കോ ബാപ്പക്കോ ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണം നൽകുക. ലിൽ വാലിദി അലൽ വലദി അശറതു ഹുഖൂഖിൻ. ഉമ്മയോടും ബാപ്പയോടും മക്കൾക്ക് 10 ബാധ്യതകളാണ് ഹക്കായി ശേഷിക്കുന്നത്. 10 കാര്യങ്ങളാണ് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെയ്തു കൊടുക്കേണ്ടത്. അതിലൊന്ന് അത്വാമു ഇന്നിഹ്താജ്. ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം കൊടുക്കണം. വൽ ഖിദ്മതു ഇനിഹ്താജ്. ആവശ്യമുണ്ടെങ്കിൽ സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക് അവന്റെ സേവനം ആവശ്യമുള്ള ഒരു ഘട്ടത്തിലെത്തിയാൽ സഹോദരീ സഹോദരാ, മാതാപിതാക്കളോടുള്ള ബാധ്യത ആണിനും പെണ്ണിനുമുള്ള ബാധ്യത തന്നെയാണ്. കേവലം ആണിനു മാത്രമല്ല, കേവലം പെണ്ണിനു മാത്രമല്ല, അതെന്റെ ആങ്ങളയുടെ ബാധ്യതയാണ്. അവനാണല്ലോ അവരെ നോക്കേണ്ടതെന്ന് ചിന്തിച്ച് പൂർണ്ണമായും മാറി നിൽക്കണ്ട. വൽ ഖിദ്മതു ഇനിഹ്താജ്. ആവശ്യമുണ്ടെങ്കിൽ വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. വല്ലിജാബത്തു ഇൻദആ. ഉമ്മയോ ബാപ്പയോ വിളിച്ചാൽ അതിന് പെട്ടെന്ന് മറുപടി കൊടുക്കണം. ബാപ്പ വിളിച്ചു, ഉമ്മ വിളിച്ചു, വിളിച്ചാൽ ഉടനെ വിളി കേൾക്കണം. കേട്ടിട്ടും ബാപ്പയുടെയും ഉമ്മയുടെയൊക്കെ വിളി കേട്ടിട്ടും അപ്പ വിളി കേട്ടപ്പോ തന്നെ മനസ്സിലായി എന്തോ ഒരു പണി ഏൽപ്പിക്കാനാണ് വിളിക്കുന്നത്, എല്ലേ എവിടെയോ ഒന്ന് പോയി വരാൻ വേണ്ടിയിട്ടാ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കുക. കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അഭിനയിക്കുക. ഇതിനൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. ഇതൊന്നും നിസ്സാരമൊന്നുമല്ല, ഇതൊക്കെ വലിയ വിഷയം തന്നെ. വിഷയങ്ങളിൽ ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇത് നിസ്സാരമെന്ന് കരുതണ്ട. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പലപ്പോഴും. ഇനി നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഥവാ മക്കളെ നമ്മൾ വിളിച്ചു, അവര് വിളിച്ചിട്ട് വിളി കേട്ടില്ല. കേൾക്കാത്തത് കൊണ്ടൊന്നുമല്ല, അവര് കേട്ടിട്ടുണ്ട് എന്ന് വിളിക്കുന്ന ഉമ്മാക്ക് ഉറപ്പാണ്, വിളിക്കുന്ന വാപ്പാക്ക് ഉറപ്പാണ്. പക്ഷേ എന്നിട്ടും വിളി കേട്ടില്ലെങ്കിൽ ഒരിക്കലും മാതാപിതാക്കൾ മക്കളെ ശപിച്ചു പോകരുത് കേട്ടോ. ശപിച്ചാൽ അത് തട്ടും. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ സൂഫിയാണെങ്കിലും ശരി, മാതാപിതാക്കളുടെ ശാപം പെട്ടെന്ന് തട്ടിപ്പോകും, ഏറ്റുപോകും. പല ചരിത്രങ്ങളും വിശുദ്ധ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് മഹാന്മാർക്ക് പോലും ചില നിസാര വിഷയത്തിന് ഉമ്മയുടെ വിളിക്കൊന്ന് ഉത്തരം കൊടുക്കാത്തത് കൊണ്ട് കുരുത്തക്കേട് തട്ടിയ സംഭവം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഉമ്മിം ബാപ്പിയും വിളിച്ചാ ഉത്തരം ചെയ്യണമെന്ന മസ്അല. യാ അല്ലാഹ്. അപ്പൊ നിസ്കാരം മുറിയും. ആപ്പിയമ്മയും വിളിച്ചാൽ പിന്നെ ചെയ്യേണ്ട സംഗതി അവിടെ നിസ്കരിച്ചിരിക്കല്ല, അവർക്ക് നിസ്കാരത്തിൽ ഉത്തരം നൽകിയിട്ട് അവരെന്തിനാണോ വിളിച്ചത് ആ വിഷയം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് മസ്അല. ഫർള് നിസ്കാരത്തിൽ പ്രശ്നമല്ല. ഫർള് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത്രത്തോളം അടിമയുടെ മേൽ വ്യക്തിപരമായ നിർബന്ധ ബാധ്യതയാണ്. അത് ഇലാഹായ റബ്ബിനോടുള്ള വലിയ ബാധ്യതയാണ്. എന്നാൽ നീ സുന്നത്ത് നിസ്കരിക്കുകയാണ്, അപ്പോഴാണ് ഉമ്മ വിളിക്കുന്നത്. എന്നാൽ ആ നിസ്കാരത്തിൽ ഉമ്മാക്ക് വിളിക്കുത്തരം കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗൗരവം എത്രയാണെന്ന് ചിന്തിക്കണം. അള്ളാഹു അതൊക്കെ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുന്നവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. അതാണ്
വിളിച്ചാൽ ആ വിളിക്ക് ഇജാബത്ത് കൊടുക്കണം. വല്ലിതാഅതു ഇന്നമറാ ഗൈറ മഅസിയ, തെറ്റല്ലാത്ത ഒരു കാര്യം എന്ത് മാതാപിതാക്കൾ ചെയ്യാൻ പറഞ്ഞാലും അതിന് വഴിപ്പെടണം. എങ്ങനെ എന്തേ പറഞ്ഞേ? തെറ്റല്ലാത്ത ഒരു കാര്യം, ഹറാമല്ലാത്ത ഒരു സംഗതി, ഇന്നാലിന്ന കാര്യമൊന്ന് ചെയ്യടോ, ഇന്നാലിന്ന വിഷയമൊന്ന് ചെയ്ത് തീർക്കടോ എന്ന് നിന്നോട് നിന്റെ മാതാപിതാക്കൾ പറഞ്ഞാൽ അതിന് വഴിപ്പെടൽ നിന്റെ മേൽ ബാധ്യതയാണ്. പക്ഷെ അവിടെ ഒരു നിബന്ധനയുണ്ട്. ഹറാമായ കാര്യം ആവരുത് അവർ കൽപ്പിക്കുന്നത്. ഹറാമ് കൽപ്പിച്ചാലോ ഒരിക്കലും വഴിപ്പെടാൻ പാടില്ല. അയൽവാസിയുടെ വീട്ടിൽ ആരുമില്ല, അപ്പോഴാണ് നല്ല മഴ പെയ്തു കാറ്റടിച്ചപ്പോൾ ഒരു കൊല തേങ്ങ ഒന്നായിട്ട് വീണു. ഒരു ഉദാഹരണം പറയാം. അയൽവാസിയുടെ വീട്ടിൽ ആളുകളൊന്നുമില്ല, നല്ല മഴ പെയ്തു കാറ്റടിച്ചു, ഒരു കൊല തേങ്ങ അങ്ങനെ തന്നെ വീണു. അപ്പൊ ഉമ്മ വേഗം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യേ, അവിടെ ആരും ഇല്ലല്ലോ, അവരറിയൊന്നുമില്ല, പെട്ടെന്ന് പോയിട്ട് ആ തേങ്ങ എടുത്ത് ഇങ്ങോട്ട് പോര്. ഒരു ഉദാഹരണം. അതിന് വഴിപ്പെടാൻ പാടുണ്ടോ? നിങ്ങൾ ഉറങ്ങിയോ? അതിന് വഴിപ്പെടാൻ പാടുണ്ടോ? അതിന് വഴിപ്പെടാൻ പാടില്ല. എന്തുകൊണ്ട്? ലാ ത്വാഅത ലിഖാലിഖിൻ ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. ശറഇന്റെ പൊതുവായ നിയമമാണ്, ഒരിക്കലും ഇലാഹായ റബ്ബിനെതിരാകുന്ന വിഷയത്തിൽ ഒരടിമക്കും വഴിപ്പെടരുത്, ഒരു സൃഷ്ടിക്കും വഴിപ്പെട്ടു പോകരുത്. അപ്പൊ തെറ്റായ ഹറാമായ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തിനാണ് മാതാപിതാക്കൾ പറയുന്നതെങ്കിൽ അതിന് വഴിപ്പെടാൻ പാടില്ല. ഉമ്മാക്ക് വലിയ ആഗ്രഹം, മോനെ ഇന്നൊന്ന് സിനിമക്ക് കൊണ്ടുപോവടാ. അയൽവാസികളൊക്കെ അങ്ങനെയൊക്കെ കൂട്ടം കൂടി അവരുമ്മയും ബാപ്പയും മക്കളും എല്ലാവരും കൂടെ ഒന്നിച്ച് സിനിമക്ക് പോകുന്നുണ്ട്, ഹറാമായ സർക്കസിന് പോകുന്നുണ്ട്, ഇന്നൊന്ന് കൊണ്ടുപോവടാ. ആരാഗ്രഹം? ഉമ്മാന്റെ ആഗ്രഹം. കയ്യിൽ ക്യാഷ് ഉണ്ട്, എന്നാൽ ആ ഉമ്മയെ സിനിമക്ക് കൊണ്ടുപോണോ? ബാപ്പി ഉമ്മി എന്ത് പറഞ്ഞാലും വഴിപ്പെടണം എന്നല്ലേ ഉസ്താദ് പഠിപ്പിച്ചത്. അതുകൊണ്ട് സിനിമക്കാണെങ്കിൽ സിനിമക്ക് ആയിക്കോട്ടമ്മ മാറ്റിക്കോളൂ എന്ന് പറയാണോ? അത് പറ്റൂല. എന്തുകൊണ്ട്? അൽഇതാഅതു വഴിപ്പെടൽ ഇന്നമറാ ഗൈറ മഅസിയ, ഒരു മഅസിയത്തല്ലാത്ത കാര്യത്തിന് വേണ്ടി കൽപ്പിക്കുമ്പോഴാണ് വഴിപ്പെടേണ്ടത്. ഒരു മഅസിയത്തിന് കൽപ്പിച്ചു, ഒരു തെറ്റായ കാര്യം കൽപ്പിച്ചു, അല്ലാഹ്ക്ക് പൊരുത്തമില്ലാത്ത, മുത്തുനബിക്ക് പൊരുത്തമില്ലാത്ത ഒരു കാര്യമാണ് കൽപ്പിച്ചതെങ്കിൽ സുബ്ഹാനല്ലാഹ് അതിന് വഴിപ്പെടണം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ് കൽപ്പിച്ചതെങ്കിൽ അതിന് വഴിപ്പെടണം. പൊരുത്തമുള്ളതാണ് കൽപ്പിച്ചതെങ്കിൽ അതിന് വഴിപ്പെടണം. പൊരുത്തമില്ലാത്തത് കൽപ്പിച്ചാൽ അതിന് വഴിപ്പെടാൻ പാടില്ല. ഇതും മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ്. പിന്നെയോ വത്തകല്ലുമു മഅഹു ബില്ലയ്യിനി ദൂനൽ ഗിൽത, വളരെ മയത്തോടുകൂടെ അവരോട് സംസാരിക്കണം. ചിലപ്പോൾ ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ പ്രായം കുറച്ച് കൂടി ചെന്നിയുടെ ഒരു അവസ്ഥയിൽ അവരെത്തിയാൽ നമ്മൾ പറയുന്നത് പോലെ അവർ കേൾക്കൂല, നമ്മൾ ആഗ്രഹിച്ചതുപോലെയാവില്ല അവരുടെ ആറ്റിറ്റ്യൂഡുകൾ, അവരുടെ നിലപാടുകൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ചെറിയ മക്കളുടെ ഒരു അവസ്ഥയിലേക്ക് അവർ മാറും. എന്നാൽ പോലും പരമാവധി അത്തക്കല്ലുമു മഅഹു ബില്ലയ്യിൻ, വളരെ ലോലമായി, വളരെ സൗമ്യമായി, മയത്തോടുകൂടെ അവരോട് സംസാരിക്കേണ്ടത് അത് അവരോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കും, കാരണം 100 കൂട്ടം തിരക്കിൻ്റെ ഇടയിലായിരിക്കും പ്രായമായ ഉമ്മ, പ്രായമായ ബാപ്പ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുന്നത്. അവർക്ക് ചിലപ്പോൾ സ്വസ്ഥമായി സ്വതന്ത്രമായി ഒന്ന് ബാത്റൂമിലേക്ക് പോകാൻ കഴിയൂല. എന്നാൽ അവർക്കത് പറഞ്ഞൂടെ? ചിലപ്പോൾ പറയൂല. ഈ ചെന്നിയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഓരോ സമയം ഓരോ നിലക്കായിരിക്കും. എന്നാൽ പോലും നിന്റെ ഉമ്മയാണ്, നിന്റെ ബാപ്പയാണ്, നീ മടുപ്പില്ലാതെ അവരെ നോക്കണം. വർഷങ്ങളോളം നിന്റെ തീട്ടത്തിലും മൂത്രത്തിലും കടന്നവരാണവർ. ഈ ഒരു ഓർമ്മ നിനക്കുണ്ടാവണം. ഇപ്പോഴല്ലേ പാമ്പേഴ്സും സംവിധാനവും സൗകര്യങ്ങളൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് സൗകര്യപ്പെട്ടത്.
മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു? ഈ കുട്ടിക്ക് വേണ്ടി ഉമ്മ എത്ര നാൾ ഉറക്കൊഴിച്ചിട്ടുണ്ട്, ഈ കുട്ടിയുടെ കാര്യത്തിൽ ആ ഉമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇവനെ കൊണ്ട് ഞാൻ കുടുങ്ങി നാശം വേണ്ടില്ലായിരുന്നു എന്ന ശാപത്തിന്റെ വാക്ക് നിന്റെ കാര്യത്തിൽ നിന്റെ ഉമ്മ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ചിന്തിക്കണം. ആ ചിന്തയോടുകൂടെ വളരെ സൗമ്യമായവരോട് സംസാരിക്കണം. പിന്നെയോ അവർക്ക് വസ്ത്രം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട വസ്ത്രം നിനക്ക് കഴിയുമെങ്കിൽ വാങ്ങിക്കൊടുക്കണം. പാപ്പാക്കും ഉമ്മാക്കും വസ്ത്രത്തിന് ആവശ്യമുണ്ട്, അത് വാങ്ങാനുള്ളൊരു സാമ്പത്തിക ശേഷി അള്ളാഹു തരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഒന്നിരിക്കെ കണ്ടപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു ഉമ്മാക്ക് വസ്ത്രം വാങ്ങണം, അല്ലെ ഉപ്പാക്ക് വസ്ത്രം വാങ്ങണം, അവർക്കിപ്പോൾ അത് ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അതവർക്ക് വാങ്ങിക്കൊടുക്കണം, ബാധ്യതയാണ്. വൽ മശിയു ഖൽഫഹു, പിന്നെയോ അവരുടെ പിന്നിലാണ് നടക്കേണ്ടത്. ഒരു വഴിക്ക് പോകുമ്പോ മാതാപിതാക്കളുടെ കൂടെയാണ് പോകുന്നതെങ്കിൽ വൽ മശിയു ഖൽഫഹു, നിന്റെ നടത്തം അവരെ ബഹുമാനിച്ച് അവരുടെ പിന്നിലാവണം. മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുതിർന്നവർ, ആദരിക്കപ്പെടേണ്ടവർ, ഇൽമുള്ളവർ, അവരെയൊക്കെ നമ്മൾ ആ നിലക്ക് പരിഗണിക്കണം. അവരെ കൂട്ടുകാരന്മാരെ പോലെ ഒന്നിച്ച് കൊണ്ടു നടക്കുന്ന രീതിയല്ല സ്വീകരിക്കേണ്ടത്. അവരെ അല്പം മുന്നിൽ ബഹുമാനിച്ച് നടക്കണം. അതുപോലെ തനിക്ക് എന്തെല്ലാം കാര്യത്തിൽ താൻ സംതൃപ്തനാണോ ആ വിഷയങ്ങളിലൊക്കെ മാതാപിതാക്കളിലും സംതൃപ്തനാവുക. തനിക്ക് എന്തെല്ലാം കിട്ടണം, ഏതെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവണം, എന്തിലാണോ തന്റെ സംതൃപ്തി ആ മാതാപിതാക്കളുടെ കാര്യത്തിലും അങ്ങനെയാവുക. പാപ്പാക്കുമ്മാക്കും എന്തുകൊണ്ടാണോ സംതൃപ്തി, അതെന്റെ സംതൃപ്തിയായി മാറണം. അങ്ങനെ കാണാൻ കഴിയണം. അതാണ് നിന്റെ നഫ്സിന് സഹോദര സഹോദരി, നീ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ, നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അത് വാപ്പാക്കുമ്മാക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കണം. നിന്റെ ലൈഫിൽ സംഭവിക്കരുതേ എന്ന് നീ വിചാരിക്കുന്നത് അത് വാപ്പാക്കുമ്മാക്കും സംഭവിക്കരുതെന്ന് ചിന്തിക്കണം. എത്ര ഉമ്മമാര് ഉപ്പമാര് വന്നിട്ട് സങ്കടം പറയാറുണ്ട്. റബ്ബേ, ബാപ്പയോടും ഉമ്മയോടും ഒക്കെയുള്ള മക്കളുടെ ചില പെരുമാറ്റ രീതികൾ, വിഷമിപ്പിക്കുന്ന ചില സംസാരങ്ങൾ. ഇന്നും പ്രായമുള്ള ഒരു ഉമ്മനോട് വന്ന് പറഞ്ഞു, ആദ്യൊരു സഹോദരി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോക്ക് 17 വയസ്സാണ്, എൻ്റെ ഭർത്താവൊക്കെ എന്നെ കാര്യം തീർത്തതോ മരിച്ചതോ എന്തോ രണ്ടിലൊന്ന് പറഞ്ഞു. ഞാനും മോളും ഒരു വീട്ടിലാണ് താമസം. പൊന്നാരസ്താദ എല്ലാത്തിനും നല്ല ബുദ്ധിയും കാര്യമൊക്കെ ഓൾക്കുണ്ട്. അങ്ങനെ ബുദ്ധിയില്ലാത്ത മോളൊന്നല്ല, പക്ഷെ എന്നെ വല്ലാതെ കാട്ടാൻ, എന്നെ വല്ലാതെ എടങ്ങാറാക്കാൻ ഞാൻ ഓളെ കൊണ്ട് സത്യത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. എന്നാലോ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവൾക്ക് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. അവളല്ലാതെ മറ്റൊരാളും എനിക്കില്ല. എൻ്റെ പേരല്ലാതെ എൻ്റെ മകൾ എന്നെ വിളിക്കൂല എന്നാണ് ഇന്നിന്നോട് ഈ സദസ്സിലുള്ള ഒരു സഹോദരി വന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വല്യമ്മ വന്നു. അത് പറഞ്ഞു, എൻ്റെ മോള് എനിക്ക് തിന്നാൻ പോലും തരൂല. സത്യം പറയാലോ ഉസ്താദെ, അധികവും ഭക്ഷണത്തിന് അയൽവാസികളുടെ വീട്ടിലേക്ക് പോക്കാൻ. ഇത് എവിടുന്നോ ആരോ പറഞ്ഞ കഥല്ല ഞങ്ങളോട് പറയുന്നത്. ഇലാഹായ റബ്ബ് സാക്ഷിയാണ്. ഇന്നീ സദസ്സിൽ പങ്കെടുത്തൊരു സഹോദരി, പ്രായമുള്ളൊരു ഉമ്മ എന്നോട് വന്നിട്ട് നേരിട്ട് 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ആ ഉമ്മ പറഞ്ഞ സംഗതിയാണ്, തിന്നാൻ എനിക്ക് തരൂല, 10 പൈസക്ക് എനിക്ക് വകല്ല. അയൽവാസികളുടെ കാരുണ്യം കൊണ്ടാ അവർക്ക് കയറി ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും തരും. ഇതാണ് വീട്ടിലുള്ള അവസ്ഥ. ഒരു സമാധാനമല്ലട്ടോ, നിങ്ങൾ ദ്വാരക്കനട്ടോ എന്നിന്നീ മജ്‌ലിസിൽ പങ്കെടുത്ത പ്രായമുള്ളൊരു എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. മക്കളെ കൊണ്ട് കഷ്ടപ്പെടേണ്ട ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. മക്കൾക്ക് ആരാണ് മാതാപിതാക്കളെന്ന നല്ല ബോധം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകട്ടെ.
അവരെ വിഷമിപ്പിക്കുന്നതൊക്കെയും സ്വന്തം വിഷമമായി മനസ്സിലാക്കണം. വല്ലിക്റാഹു ലഹു ബിമാ യക്റഹു ലിനഫ്സിഹി, അതാ പറഞ്ഞത് വല്ലിക്റാഹു ലഹു, ഇവൻ ബാപ്പാക്കും ഉമ്മാക്കും വെറുക്കണം. ബിമാ യക്റഹു ലിനഫ്സിഹി, താൻ തനിക്ക് വെറുക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, തനിക്ക് സംഭവിക്കുന്നതിനെ വെറുക്കുന്നത് പോലെ ബാപ്പാക്കും ഉമ്മാക്കും സംഭവിക്കുന്നതും വെറുക്കണം. നമ്മൾ നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അത് ബാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെടാതിരിക്കണം. നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മളെപ്പോലെ നമ്മളെ ബാപ്പാക്കും ഉമ്മാക്കും സംഭവിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടരുത്. പിന്നെയോ വദ്ദുആഉ ലഹു ബിൽ മഗ്ഫിറ കുല്ലമാ ദആ ലിനഫ്സിഹി, ഒരാൾ സ്വന്തം തടിക്ക് ദുആ ചെയ്യുമ്പോഴൊക്കെയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. സ്വന്തം നീ നിന്റെ തടിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴൊക്കെയും അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അവര് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിലും, ഉപ്പയും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിലും അവരെ ഓർത്ത് അവരുടെ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഒരു മകനെന്ന നിലയിൽ, ഒരു മകളെന്ന നിലയിൽ മാതാപിതാക്കളോടുള്ള 10 ബാധ്യതകളാണ് ഈ പറഞ്ഞത്. അല്ലാഹു ഇതൊക്കെയും പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ബാപ്പയോടും ഉമ്മയോടും നല്ല നിലക്ക് വർത്തിക്കാത്തവർക്ക് റമളാനും ഇല്ല, ശഅബാനും ഇല്ല, റജബും ഇല്ല, ഒരു നേട്ടമില്ല. അതുകൊണ്ടാണ് ഈ കാര്യം ഈ ഒരു സന്ദർഭത്തിൽ ഒന്നുകൂടെ ഒന്ന് ഗൗരവമായി ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മരണപ്പെട്ടവർക്കൊക്കെയും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പറയണല്ലോ, പൊന്നുപോലെ ഉമ്മയെയും ബാപ്പയെയും നോക്കുന്നവരുമുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ബാപ്പയെയും ഉമ്മയെയും ഒക്കെ ജീവന് തുല്യം സ്നേഹിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ദുആ ചെയ്യിപ്പിക്കുന്ന മക്കളും ഈ കൂട്ടത്തിലുണ്ട്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നന്നായി ദുആ ചെയ്യുന്ന, നന്നായി ദുആ ചെയ്യിപ്പിക്കുന്ന മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ.